ഹായ് മച്ചാമാരെ, നമ്മുടെ ഭാരതീയർക്ക് സന്തോഷകര ഒരു വാർത്തയാണ്. അഗ്നി 5 മിസൈൽ വിജയിച്ചു. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ 8 മാസം മുന്നത്തെ നമ്മുടെ തേജസ് ഫൈറ്റർ ഫ്ലൈറ്റ് ഇവിടെ വീണപ്പോൾ അത് ആഘോഷിച്ച മഹാമാരി തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പം ആ ഫ്രണ്ട്സ്, ആ ചങ്ങാതികളൊക്കെ ഉണ്ടെങ്കിൽ നേരെ വീഡിയോ ഇട്ട് കളയുക, അവർ സ്കിപ്പടിച്ച് പോവുക. ഓക്കെ, അപ്പം ഇത് നമ്മളെ കണക്ക് രാജ്യസ്നേഹികൾക്ക് വേണ്ടിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടെ. അപ്പം അഗ്നി 5 ഓൾറെഡി വിജയിച്ചു. ഏകദേശം അതിൻ്റെ ദൂരപരിധി 10,000 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം നമുക്ക് എങ്ങനെയായാലും യുണൈറ്റഡ് ആക്കിയിട്ടുണ്ട്. അമേരിക്കയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല രാജ്യങ്ങളും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അതല്ല ബെനിഫിറ്റ്. ഒരിക്കലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യാത്തൊരു രാജ്യമാണ് നമ്മുടെ ഭാരതം, അല്ലേ? ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ അതുപോലെ അറിയാലോ, നമുക്ക് ഭീഷണിയായിട്ട് ചൈന വരുന്നുണ്ട്. ചൈന ഇപ്പം ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പം ബംഗ്ലാദേശിലൊക്കെ കുറേ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റുകൾ ഇപ്പം പുതിയ സർക്കാർ വന്ന ശേഷം അത് ചൈനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അപ്പോൾ ഇന്ത്യക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ചൈന ആണെങ്കിൽ ഇന്ത്യയുടെ 4 സൈഡും അങ്ങ് വരിഞ്ഞ് മുറുകുവാണ്. അപ്പോൾ ഇന്ത്യ വിട്ടുകൊടുക്കുന്നില്ല. ഓക്കെ, ഇന്ത്യ ഒരിക്കലും നമ്മളെ വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ അറിയാലോ, പിന്നെ ഒന്നിനു വിവരം ബോധം ഇല്ലാത്ത നമ്മുടെ അയൽ രാജ്യം, ഒന്ന് പാകിസ്ഥാൻ, പിന്നെ ബംഗാളി, അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 10 വയസ്സേക്ക് അറിയില്ല. എന്താ ചെയ്യുന്നത് അവർക്ക് പോലും അറിയത്തില്ല. ഓക്കെ, അതല്ല ഇപ്പോൾ സംസാരം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ രാജ്യം ഇപ്പം അഗ്നി 6 ഏകദേശം ഓൾമോസ്റ്റ് അതിൻ്റെ കലവറയിൽ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ അത് ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഈ അഗ്നി 5 ഭൂഖണ്ഡാന്തര മിസൈൽ തന്നെ. ഈ അഗ്നി 6 എന്ന് വെച്ചാൽ അതായത് ഭൂമിയിൽ എവിടെയും, അതായത് ഏത് രാജ്യത്തെയും നമുക്ക് ലക്ഷ്യം വെക്കാം. അതായത് ഈ ഭൂമിയിൽ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ അഗ്നി മിസൈൽ എത്തിച്ചേരും. അതാണ് ആ മിസൈലിനെ പ്രത്യേകിച്ചാൽ MRI ടെക്നോളജിയാണ് വരുന്നത്. അത് വേറെ ഒരു രാജ്യത്തിന് ആ ടെക്നോളജി വരുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, MRI ടെക്നോളജിയാണ്. അതായത് വേറെ കാര്യം വെച്ചാൽ ഈ ഭൂഖണ്ഡന മിസൈൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുസരിച്ച് ദിശ മാറ്റാനും അങ്ങനെ കുറേ ഓപ്ഷനുകൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ട്. മനസ്സിലായ? അണുവായുധം വഹിക്കാൻ പറ്റുന്ന മിസൈലാണ് ഭൂഖണ്ഡന മിസൈൽ അഗ്നി 6. ഓൾറെഡി 5 ഓക്കെ, 6 വരുന്നുണ്ട്. അതാണ് ഭൂമി മൊത്തം നമ്മുടെ ഭാരതത്തിൻ്റെ കയ്യിലായിരിക്കും. അത്രയും പവർഫുൾ ആണ് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാര്യം ചോദിച്ചാൽ എന്താ അമേരിക്ക ഇന്ത്യയും തമ്മിൽ ഫൈറ്റ് ഉണ്ട്, ആര് ജയിക്കും? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അമേരിക്ക ഇന്ത്യ ഒരിക്കലും ഫൈറ്റ് ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ ഉണ്ടായാൽ തന്നെ 2 രാജ്യക്കാർക്ക് നഷ്ടമായിരിക്കും. അമേരിക്ക നഷ്ടം, ഇന്ത്യക്ക് നഷ്ടം. ഇന്ത്യയും ചൈനയും തമ്മിൽ അടിച്ചാൽ അതൊക്കെ ഇമാജിൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയാലോ, ഭയങ്കര നഷ്ടങ്ങളായിരിക്കും. അവർക്ക് നഷ്ടം, നമുക്ക് നഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിന് ലോകത്ത് ഒരു രാജ്യത്തിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അതങ്ങനെയാണ്. അത്രയും പവർഫുള്ളാണ് നമ്മുടെ രാജ്യം. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഇപ്പം അമേരിക്ക ഭയങ്കര ഡെവലപ്പില്ല. ആയുധ ശേഷിയിലായാലും സൈനികപരമായാലും അവർ ഭയങ്കര ഹെവി ഡെവലപ്പിലാണ് അവർ നിൽക്കുന്നത്. നമ്മൾ അത്രത്തോളം ഇല്ലെങ്കിലും പക്ഷെ ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. പിന്നെ നമ്മുടെ ബംഗാളി പറയേണ്ട ആവശ്യമില്ലല്ലോ, ആമാരെങ്കിലും ബൗ വെച്ചോണ്ടിരിക്കത്തുള്ളൂ. അത് പിന്നെ അവന്മാരെന്താ ചെയ്യുന്നത് അവന്മാർക്ക് പോലും അറിയാലോ, ഈ തെരുവട്ടികൾ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ഓക്കെ, അതുപോട്ടെ. അതുപോലെ നമ്മുടെ പാകിസ്ഥാനികൾ അവരെന്താ ചെയ്യുന്നത്? ഭീകരവാദികളെ പാലൂട്ടി വളർത്തുവാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം മാറ്റർ. നമ്മൾ അഗ്നി 6ൻ്റെ കാര്യം അതാ കറച്ചാൽ നമ്മളൊരു ഭാരതീയ അഭിമാനമാണ്. നമ്മുടെ രാജ്യം വളരും തോറും നമ്മൾ അഭിമാനിക്കും. പക്ഷേ കുറച്ച് ആൾക്കാർ നമ്മുടെ രാജ്യം വളരുന്നതനുസരിച്ച് ഈ ചൊറിച്ചിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സിലാവും? നമ്മുടെ രാജ്യം ഒരിക്കലും ഡെവലപ്പ് ആവാൻ പാടില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ നിൽക്കണം. അങ്ങനെ കരുതി ചില ആൾക്കാരുണ്ടല്ലോ. അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് കുറേ ടീമുണ്ട്. അതായത് ഭക്ഷണവും ഊണും ഉറക്കവും എല്ലാം ആ വെട്ടി, പക്ഷെ കൂറപ്പുറത്ത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യം. അതാണ് നമുക്ക് ഏറ്റവും വലിയ ശാപം നമ്മുടെ രാജ്യത്തിൻ്റെ. ഓക്കെ, എന്നാലും നമുക്ക് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് നമ്മളെ പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അഗ്നി 6 വിജയിക്കുന്നതിൽ കൂടി നമ്മൾ ലോകത്തെ ഒരു മെയിൻ ശക്തിയായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. പവർഫുൾ, മനസ്സിലായോ? അതായത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ് അത്. നമ്മൾ അഗ്നി 6 വരുന്നതോടുകൂടി നമ്മൾ അതും കൈവരിക്കുകയാണ്. അപ്പം അവരുടെ ഒപ്പമാണ് നമ്മൾ. ഇപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ ചെയ്യേണ്ടത്, നമ്മൾ ആ ബെല്ലൈക്കൺ ജസ്റ്റ് അമർത്തുക. എന്നിട്ട് എന്തോ ചെയ്യണ്ടേ, ആറാംസെ തോടണക്ക. അത്രയും. ഓക്കെ, അപ്പം ബൈ.